ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ഒരുങ്ങി CPIM. കേഡർ വോട്ടുകൾ ചോർന്നുവെന്നും പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടിയെന്നുമാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ പരിശോധനയ്ക്ക് അന്വേഷണ കമ്മീഷനെ നിയമിക്കാനാണ് സാധ്യത. തെറ്റുതിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ രണ്ടാം ദിവസത്തെ ചർച്ചകൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, എന്താണ് ഇന്നത്തെ രണ്ടാം ദിവസ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്? നികേഷ്, പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി തന്നെയാണ്. കനത്ത തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കേഡർ വോട്ടുകളിൽ വലിയ രീതിയിലുള്ളൊരു ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാർട്ടി വോട്ടുകൾ ചോർന്നത് അത് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചു എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ ഓരോ ഇടത്തെയും വോട്ട് ചോർച്ച എങ്ങനെയെന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നത് അത് പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. ഇപ്പോൾ 20 മണ്ഡലങ്ങളുടെയും ഈ വോട്ട് ചോർച്ചയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 10ഓളം മണ്ഡലങ്ങൾ പരിശോധിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ബൂത്ത് തലത്തിലെ വോട്ട് വിഹിതം, ഒപ്പം തന്നെ ഈ എന്താണ് ഈ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞ് എത്ര വോട്ട് കുറഞ്ഞു, ഒപ്പം തന്നെ ആ വോട്ട് കുറയാനുണ്ടായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മണ്ഡലതലത്തിൽ യോഗത്തിലേക്ക് റിപ്പോർട്ടായി നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് യോഗത്തിൽ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ശക്തമായ ഒരു പരിശോധന തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുള്ള, വോട്ട് ചോർന്നിട്ടുള്ള ഇടങ്ങളിൽ പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്വേഷണം നടത്താൻ കൂടി CPIM ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പ്രധാനമായും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിശോധന തന്നെയാണ് നടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ തോമസ് ഐസക് അടക്കം, കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അടക്കം ഈ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നൊരു പശ്ചാത്തലത്തിൽ പ്രധാനമായും ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടതാണ് പാർട്ടി. പക്ഷേ പല ആനുകൂല്യങ്ങളും വൈകിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നതടക്കം അത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ അതുകൂടി ഏതായാലും CPIM ഇന്നത്തെ യോഗത്തിൽ പരിഗണിക്കുമെന്നത് തന്നെയാണ്. ഒപ്പം ഇന്നലെ CPIയുടെ ജില്ലാ യോഗത്തിൽ മറ്റൊരു വിമർശനം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് എന്നതടക്കമുള്ള വിമർശനം, ഭരണപരാജയം എന്നതടക്കമുള്ളൊരു വിമർശനവും ഉയർന്നിരുന്നു. ഏതായാലും അതൊക്കെ തന്നെയും ഗൗരവപരമായി തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരിഗണിക്കുമെന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും അടുത്ത 3 ദിവസം സംസ്ഥാന സമിതി കൂടി ചേരുന്നുണ്ട്. സംസ്ഥാന സമിതി കൂടി ചേരുന്നുണ്ട്. 5 ദിവസം നീളുന്ന അവലോകന യോഗമാണ്, തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയുമായി നടക്കുന്നത്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകുന്നത്.